Me and you and me was a dream at first. I got lost in your world, in your universe. I never thought our love would ever end. I messed up, made it worse, pushed you away. All that fighting and pain till you left one day. Wish I could take back all those things I said. I can't deny that I miss you, and I know that you miss me too. So let's get over our issues and go back to me plus you. I know that things weren't perfect, but I think it's worth it. Nobody knows you like I do. I can't deny that I miss you, I miss you. Let's go back to me plus you. I can't deny that I miss you, and I know that you miss me too. So let's get over our issues and go back to me plus you. Been alone for a while, now I'm missing you. I've been trying to call you with someone new. All the times that I broke your heart, I miss the feeling of the first spark of fire. Now I'm alone by myself and I'm missing you. I know I've been a fool, I never let you in on the things that I went through. Now I'm broken down and bruised. Trying to find the feeling when I'm with someone new. I'm sorry I can't love anyone but you. Sorry I can't love anyone but you. Do you remember the week that we spent in Paris? Only together a year when you talk about marriage. Oh, then the night that I dried your tears, I only wish that I knew where our love died. Now I'm alone by myself and I'm missing you. I know I've been a fool, I never let you in on the things that I went through. Now I'm broken down and bruised. Trying to find a feeling when I'm with someone new. I'm sorry I can't love anyone but you.
മൊഴിയോരോ മഴനൂലായി നനവെഴുതി നിറയവേ പറയാതെ ഉയരാഴും ഇരുമനമും അറിയവേ വെയിലേക്കും ഹിമമായി അതിരുരുകി അലിയവേ അടരാനോ അരുതാതെ ഇരുചിറകുമണയവേ കണ്ണീരിലോ കൈ ചേർത്തിടാൻ മായാനിഴൽ കൂട്ടാകുവാൻ ഓരോ ദളം വാടാതെ ഞാൻ കാക്കാമിനി നീലാംബരൻ നീയാകും എന്നും എൻ ലോകം തുണയായ ജീവനേ ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പൂവിട്ടൊരിഷ്ടം നീയേ പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നല്ലേ ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തേനാവുന്നേ ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൽ ആനന്ദ തേരേറി പായുന്നേ കണ്ണേ കണ്ണേ എന്നെക്കാളും ഇന്നെന്നുള്ളിൽ നീ നിറഞ്ഞേ ശ്വാസമേ ഞാനൊഴുകും പാതയില കാലടികൾ വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തീരും നാമത്തിനാദരവാൻ വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തീരും നാമത്തിനാദരവാൻ ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി അന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ തന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ നിൻരുധിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയാൻ നിന്നടിയാർക്കു പിതാവിൻ സന്നിധൗ വന്നിടാമേ സതതം എത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾ കരുളാം പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ നീയൊഴികെ ഈകത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരതേ വന്ദനം യേശുപരാ നിനക്കെന്നും വന്ദനം യേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാർ അതിസുന്ദരൻ ലാവണ്യം നിന്റെ അതിരങ്ങളിലേക്ക് വർദ്ധിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാൾ അരക്കി കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുതുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചിട്ടുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ഛണമയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് കട്ടതയെ നേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരിൽ പരമമായി നിന്നെ ആനന്ദം കൊണ്ട് അണിയിച്ചിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദ്രവും രവംഗവും കൊണ്ട് സുഗതമായിരിക്കുന്നു. രാജമന്ദിരത്തിൽ നിന്ന് കമിതാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീകളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണി നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവിച്ചയക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ.
കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം നേടും. അന്തപുരത്തിലെ രാജകുമാരി പരിപൂർണയാകുന്നു. അവിടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളെ തൊഴിമാരായി കൊണ്ട് നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികളെന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിലെപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം ചെയ്തപ്പാ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ നല്ല ദാനങ്ങളുടെയും നന്മയുടെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, കഴിഞ്ഞ രാത്രി സുഖകരമായൊരു നിദ്രയ്ക്കായിട്ട് ഞങ്ങൾക്ക് കണ്ടുപോകാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യത്തോടെ ഭൂമുഖത്ത് കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിടുന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ഭയാനകമായ മഹാമാരിയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ദേശത്തെ എല്ലാം ദൈവം കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സ്ഥലത്ത് നിന്ന് പ്രിയമകനെ തിരുക്കരങ്ങൾ സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നത് അങ്ങേക്ക് ഇഷ്ടമാണല്ലോ. പ്രിയമകന്റെ മാതാപിതാക്കളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. അവരെ ദൈവം അനുഗ്രഹിക്കണമേ, കാത്തു പരിപാലിക്കണമേ. ഇത്രത്തോളം ദൈവം നിന്റെ മക്കളെ അനുഗ്രഹിച്ച് ദൈവം കാത്തല്ലോ. പ്രത്യേകിച്ച് പ്രിയ മകന്റെ സഹോദരി കുടുംബത്തെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ, ദൈവം കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബന്ധുക്കളായി, സഭയായി, ചർച്ചക്കാരായി, ദേശവാസികളായി ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ യാത്ര ദൈവം അനുഗ്രഹിക്കണമേ. വാഹനത്തെ അങ്ങ് മുൻപും പിൻപും ഇടത്തും വലത്തു ദൂതന്മാരാൽ കാവൽ ചെയ്യണമേ. ഏതൊരർത്ഥങ്ങളോ ആപത്തോ അപകടങ്ങളോ ഒന്നുമില്ലാതെ വണ്ണം അവരുടെ ദൂതന്മാരാൽ അവിടുന്ന് കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആർക്കും ഒരു പ്രയാസങ്ങളോ വിഷമങ്ങളോ മഹാമാരികളോ അസ്വസ്ഥകളോ ഒന്നും വരാതെ വണ്ണം ദൈവം നിന്റെ മക്കളെ കടല കൃഷ്ണമണി പോലെ ദൈവം കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ച് ദൈവം കാക്കണമേ. ഇന്നത്തെ എല്ലാ കൂട്ടായ്മകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവുക്ക് സഹായിക്കണമേ. എല്ലാ നല്ല ദാനങ്ങളാ ദൈവം നിറയ്ക്കട്ടെ, പരിപാലിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവകൃപ നിറയ്ക്കണമേ. ഞങ്ങൾ കർത്താവ്, ഞങ്ങൾ കടന്നു പോകട്ടെ. അങ്ങയുടെ കൃപയാ ഞങ്ങൾ നിറച്ച് അവിടുന്ന് പരിപാലിക്കണമേ. എല്ലാ നന്മകളാ ദൈവം നിറയ്ക്കണമേ. മാനവും മഹത്വം എല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടത്തിലെ ഫലഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം. ആമേൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ കൃപയും വാഴവും ദൈവമേ ഈ ഭവനത്തോട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സരനോടും നടക്കുന്ന വിവാഹ ശുശ്രൂഷയോടും എന്നും ഇപ്പോഴും കാലാവസ്ഥാനം വരെയുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. നിത്യനിദാനമേ, പരിപൂർണനേ, സർവവും അൻപിനാൽ തീർത്തവനേ, താവകഗേഹേ നിന്ദ്യുതി കാണുവാൻ നൽകണേ എന്നും നിൻ വരമാലിക, നൽകണേ എന്നും നിൻ വരമാലിക. നിത്യനിദാനമേ, പരിപൂർണനേ, സർവവും അൻപിനാൽ തീർത്തവനേ, താവകഗേഹേ നിന്ദ്യുതി കാണുവാൻ നൽകണേ എന്നും നിൻ വരമാലിക, നൽകണേ എന്നും നിൻ വരമാലിക.
ദീപമേ നിന്നുടെ സാമീപ്യം ഓർക്കുകില്ലെത്രയോ തുച്ഛമി ജീവിതം. പാവന ദീപമേ നിന്നുടെ സാമീപ്യം ഓർക്കുകില്ലെത്രയോ തുച്ഛമി ജീവിതം. ദേഹമോഹത്തിന് ശാന്തതയും ദേഹിതൻ ഗുണമാർന്ന പ്രാർത്ഥനയും നൽകി നീ കാക്കണേ. പരിപാഹിമാ നിത്യനിദാനമേ പരിപൂർണനേ സർവവും അൻപിനാൽ തീർത്തവനേ. താവകഗേഹേ നിന്ദ്യുതി കാണുവാൻ നൽകണേ എന്നും നിൻ വരമാലിക. നൽകണേ എന്നും നിൻ വരമാലിക. മാമകമാനസേ നീറുന്ന വേദന നിന്നുടെ ക്രൂശോളം ആകില്ല തെല്ലുമീ. മാമകമാനസേ നീറുന്ന വേദന നിന്നുടെ ക്രൂശോളം ആകില്ല തെല്ലുമീ. തെറ്റിനടിപ്പെട്ട് പോകാതെയും ഉൾത്താപമേറിത്തളരാതെയും കാവലായി മാറണേ. ബാലരാമപുരം ഡിസ്ട്രിക്ട് ഇടുവ സഭയിൽ ശ്രീ ജയപാലൻ ശ്രീമതി അവരുടെ മകൾ റജീന പാൽ ജേസൺ ഇന്നേ ദിവസം ഇവരുടെ വിവാഹ ശുശ്രൂഷയാണ് ഈ ഇടവകയിൽ വെച്ച് നടത്തപ്പെടുക. ഇവരെ വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നമ്മുടെ സന്നിധിയിൽ ആയിരിക്കുന്നത് ഏറ്റവും ആദരണീയനായ സ്നേഹം ബഹുമാനമുള്ള ബാലരാമപുരം ഡിസ്ട്രിക്ട് ചെയർമാനായിട്ടും ദക്ഷിണ കേരള മഹായിടവകയുടെ പാസ്റ്റേഴ്സ് ആൻഡ് പ്രസ്ബിറ്റേഴ്സ് സെക്രട്ടറിയായും ഈ നാടുകളിൽ സ്തുത്യർഹമായ ശുശ്രൂഷകൾ ചെയ്തു വരുന്ന സ്നേഹം ബഹുമാനമുള്ള റവറൻ ജോസഫ് ആൻഡ്രൂസ് അച്ഛനാണ്. അച്ഛനെ ആദരവോടുകൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സന്നിധിയിൽ പ്ലാന്തോട്ടം ഇടവകയുടെ ശുശ്രൂഷകനായിരിക്കുന്ന റവറൻ ചന്തു മാർക്കോസ് അച്ഛൻ നമ്മുടെ സമീപം എത്തിയിട്ടുണ്ട്. ഇന്നേ ദിവസം നമുക്ക് ആവശ്യമായ പ്രത്യേകിച്ച് യുവജനങ്ങളായ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ വചന സന്ദേശം നൽകുന്നത് അച്ഛനായിരിക്കും. അച്ഛനെയും നിങ്ങൾ ഓരോരുത്തരുടെ നാമധേയത്തിൽ ആദരവോടുകൂടെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യും. ശരത്തിന്റെ ഇടവകയിലുള്ള മാതൃ ഇടവകയിലുള്ള സഭാ ശുശ്രൂഷകൻ ശ്രീ ജോൺ ബാബു അവർക്ക് നമ്മുടെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദരവോടുകൂടെ സ്നേഹത്തോടുകൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ആയിരിക്കുന്ന കൊയറംഗങ്ങൾ, വീഡിയോഗ്രാഫേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, ഇരു കുടുംബങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടുകൂടെ ഇരു കുടുംബങ്ങളുടെ നാമധേയത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. COVID-19 പശ്ചാത്തലത്തിൽ ഗവൺമെന്റിന്റെയും ദക്ഷിണ മഹായിടവകയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ വിവാഹ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നിർബന്ധമായി എല്ലാവരും ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സാമൂഹിക അകലം പാലിച്ച് തന്നെ ഇരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരു ബെഞ്ചിൽ 2 പേർ എന്ന കണക്കിൽ നിങ്ങൾ ക്രമീകരിച്ച് ഇരിക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സന്നിധിയിൽ മുൻ സഭാ ശുശ്രൂഷകനായിട്ട് ഈ ഇടവകയിൽ പ്രവർത്തിച്ച് നമ്മുടെ സന്നിധിയിൽ വന്നിട്ടുണ്ട്. അച്ഛനെയും ആദരവോടുകൂടെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവാം ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുവാനും പ്രത്യേകിച്ച് കർത്താവെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ത്തിയിലേക്ക് നൽകി പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥനാപൂർവം കർത്താവെ കടന്നു വന്നിരിക്കുന്ന ശരത്തിനായും റജീന പാലിനായിട്ടും പ്രാർത്ഥിക്കുന്നു. ദൈവമാ മഹത്വപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ശ്രേഷ്ഠമായ അനുഭവങ്ങളോടുകൂടെ കർത്താവെ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ അവർക്ക് സന്തോഷപൂർവ്വം നിലനിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണമുള്ള പ്രതിജ്ഞകളോടുകൂടെ ഉടമ്പടികളോടുകൂടെ ഇവിടുന്ന് പുറപ്പെട്ടു പോയി ശോഭനപരമായ മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുവാൻ കർത്താവെ അവിടുന്ന് പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ദിവസത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ബിഷപ്പുമാരായും മറ്റ് എല്ലാ അച്ഛന്മാർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാക്കണമേ. പരിശുദ്ധാത്മാവെന്ന അവിടുത്തെ കാര്യസ്ഥനാല് ഞങ്ങളെ ഓരോരുത്തരെയും പരിപോഷിപ്പിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞേക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നൽകണമേ. യേശുവിൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൊയറിനോട് ചേർന്ന് ദ വോയിസ് എന്ന ആരംഭിക്കുന്ന ഗാനം നമുക്ക് പാടാം. ഇത് പരിപാലനമായി കരുതണമെന്ന് നമ്മെ തോന്നിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാലം വെച്ച് തന്റെ സാന്നിധ്യത്തിൽ വിവാഹത്തെ സ്വീകരിച്ചു. ഈ ജീവിതാവസ്ഥയെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത് കേൾക്കാം. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിന്റെ മനുഷ്യനെയും അമ്മയെ വിട്ട് ഭാര്യയോട് ചെയ്തു. ഇരുവരും ദേഹമായിരിക്കും. അതുകൊണ്ട് ഇവർ മേലാൽ രണ്ടെണ്ണാവുന്നത്. ആകയാൽ ദൈവം പോഷിപ്പിച്ചതിന് മനുഷ്യർ വേർതിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. ഏത് ഉദ്ദേശങ്ങൾക്കായി കുടുംബജീവിതം നിയമിക്കപ്പെട്ടു എന്ന് ഗൗരവം ചിന്തിച്ച് വിവേകത്തോടും പ്രാർത്ഥനയോടും കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതാകുന്നു. ഭർത്താവിനും ഭാര്യയും ഐശ്വര്യത്തിനും അനർത്ഥത്തിനും പരസ്പരമായുള്ള ആവിഷ്കാര പുനർവിക്കും സഹായത്തിനും ആശസ്സുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിസഹജമായ വികാരങ്ങളും ആഗ്രഹങ്ങളും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് നേരായ മാർഗത്തിലൂടെ സാഫല്യം നേടുന്നതിനും ദൈവത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കുടുംബങ്ങളിൽ പൈതൃകം തിരിച്ചു നടത്തപ്പെടേണ്ടതും വിവാഹത്തിന്റെ ശ്രദ്ധ അംഗീകരിക്കപ്പെട്ട് മനുഷ്യ സമൂഹം ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതുമായി വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ഒരുമിച്ച് ചേർന്നവരായി സരിതയും ഋജിനപ്പോഴും ഇവിടെ വന്നിരിക്കുന്നു. അതിനാൽ സഭയുടെ വ്യവസ്ഥകൾക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനും അനുസൃതമായി ഇവർ തമ്മിൽ വിവാഹം ചെയ്തുകൂടാ എന്നതിന്
തക്ക കാരണം കാണിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതിപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം. മധുവരന്മാരോട് വിവാദത്തിൽ ഒന്നിച്ച് ചേർത്തുകൂടാത്ത ഏതെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ഇരുവരും ആരെങ്കിലും അറിയുമെങ്കിൽ അതിപ്പോൾ പറയണമെന്ന് ദൈവം ഇരുവരോടും നിഷ്കർഷമായി കൽപ്പിക്കുന്നു. ഇപ്പോൾ രാജ്യസഭയോടൊപ്പം ഇന്ത്യ മംഗളം ചെയ്യുന്ന വാക്ക് സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ സഹായപ്പെടാതെ ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഉചിതമായി ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. അങ്ങയുടെ ദിവ്യവിചാരണയാൽ ഈ ദാസരെ അങ്ങ് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അവർ ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങയുടെ ദൃഷ്ടികളെ പോലെ പ്രവേശിക്കാനും തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ സത്യമായി പാലിക്കുവാനും അങ്ങയുടെ കൃപ കൊണ്ട് ഇവരെ സമ്പന്നരാക്കണമെന്ന് നിലകർത്താവായ യേശു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇരുപത്തും നിർത്താം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇരുവരും ദൈവസന്നിധിയിൽ ഉത്തരം പറയേണ്ടതാകുന്നു. ശരത്ത് പറയണം. പാൾ എന്ന ഈ സ്ത്രീയെ നീ നിന്റെ ഭാര്യയായി കൊണ്ട് അവളോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവളെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവകാലം മുഴുവനും വിശ്വസ്തയുള്ള ഭർത്താവായി ഇരിക്കുമോ? ഞാൻ പറയണം. ശരത്ത് എന്ന ഈ പുരുഷനെ നീ നിന്റെ ഭർത്താവായി കൊണ്ട് അവനോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവനെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവകാലം മുഴുവനും വിശ്വസ്തയുള്ള ഭാര്യയായി ഇരിക്കുമോ? ഈ സമയത്ത് പിതാവിന് മുന്നോട്ട് വന്ന് മകളുടെ കരം പിടിച്ചു. നിങ്ങളെ ഇന്നത് നന്മയും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മകൾ നമ്മെ വേർതിരിക്കുന്നത് വരെ ദൈവത്തിലെ പ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും കല്യാണം ചെയ്യാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനെ ഞാൻ നിങ്ങൾക്ക് വാഴ്ത്തി ചെയ്തു. പാടാവുന്ന ഞാൻ ശരത്താവുന്ന നിങ്ങളെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും
സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും അവർ നമ്മെ വേർതിരിക്കുന്നത് വരെ ദൈവത്തിന്റെ വിശുദ്ധ പ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിപാലിക്കാനും എന്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളും ആകുന്നു. നിത്യമായ വിശ്വസ്തയുടെയും സ്നേഹത്തിന്റെയും അടയാളമായി ഈ കാലിനെയും മോതിരത്തെയും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ വിലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പറയണം. നിത്യമായ വിശ്വസ്തയുടെയും മറ്റു പോകാത്ത സ്നേഹത്തിൻ്റെയും അടയാളമായി ഈ കാലിനെയും മോതിരത്തെയും ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. രണ്ടുപേരും ചേർന്ന് പറയണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഈ സഭായോഗത്തിന്റെ മുൻപാകെ പരസ്പരം ഉടമ്പടി ചെയ്തതുകൊണ്ട് ദൈവത്തിന്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും ഇവർ ഇപ്പോൾ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ പുരസ്കപ്പെടുത്തുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്ത് ആരും വേർതിരിക്കരുത്. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലയിൽ മുടക്കാം. രണ്ടുപേരും മുമ്പോട്ട് വന്നു മുഖ്യമാക്കി ഈ സഭയ്ക്കും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരസ്പരം സ്നേഹത്തോടുകൂടെ പരസ്പരം ഉൾക്കൊള്ളുവാൻ അവരെ സഹായിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവെ അവരെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
മാനിച്ച് പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് അങ്ങനെ കൽപ്പനകൾ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ കാത്ത് രക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ കണ്ണുകൊണ്ട് കൃപയോടെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലായെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ശബ്ദവും ചിലപ്പോൾ കൈത്താളോട്ടെ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനം ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഞാനില്ല. എനിക്കുള്ളതെല്ലാം പ്രദാനം ചെയ്താലും എൻ്റെ ശരീരം കുർബാനയിപ്പിച്ചാലും സ്നേഹമില്ലായെങ്കിൽ എനിക്ക് പ്രയോജനമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നികழ்ത്തുന്നില്ല, ചിരിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ മുതിർന്നു പോവുകയില്ല. അനുഗ്രഹീതമായിരിക്കുന്ന ഈ വിവാഹ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന സ്നേഹവും ബഹുമാനമുള്ള ബാലരാമപുരം അച്ഛൻ, ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രത്യേകിച്ച് ഈ സഭയുടെ മുമ്പ് ശുശ്രൂഷകനായിരുന്ന ബഹുമാനമുള്ള അച്ഛൻ, സഭയുടെ ശുശ്രൂഷകൻ, വിവിധ ഡിസ്ട്രിക്റ്റുകളിൽ ഒരുമിച്ച് ശുശ്രൂഷകളിൽ പങ്കാളിയായിട്ടുള്ള പ്രിയ ഭരതന്റെ സഭയുടെ ശുശ്രൂഷകൻ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗായക സംഘം എല്ലാവർക്കും വീട്ടുപേരനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ശുശ്രൂഷയിലാണ് നാം ആയിരിക്കുന്നത്. മാനിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ താരങ്ങൾ എന്ന് പറയുന്നത് വധൂവരന്മാരാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നത് അവരെയാണ്. പ്രത്യേകിച്ച് വിവാഹ ശുശ്രൂഷയുടെ ഓരോ ഘട്ടങ്ങളിലും നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വധൂവരന്മാരെയാണ്. എല്ലാ ക്യാമറ കണ്ണുകളും അവരിലേക്കാണ്. ശ്രദ്ധിക്കപ്പെടുന്ന ഒരനുഭവത്തിൽ വധൂവരന്മാർ നിൽക്കുകയാണ്. കാരണം പുതിയതൊന്നിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പുതിയൊരു അനുഭവത്തിലേക്ക് അവർ കടന്നു വരികയാണ്. ജീവിതത്തിന്റെ ഏറ്റവും സുരഭിലമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന നവമിഥുനങ്ങൾ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവർക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുവാനൊക്കെയുമാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ഈ ധന്യമായ അവസരത്തിൽ വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തി ഇല്ലല്ലോ. വിവാഹിതരായവർ ഉണ്ട്, വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലായവരുണ്ട്. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയമക്കൾ, വിവാഹം എന്നത് എന്താണ്? വിവാഹത്തിനെ കുറിച്ചുള്ള അനവധിയായിരിക്കുന്ന അർത്ഥങ്ങൾ നമുക്ക് ലഭ്യമാകും. എങ്കിലും പ്രാധാന്യം വഹിക്കുന്ന തരത്തിൽ പറയുന്നത് വിവാഹം എന്നത് വിശേഷാൽ വഹിക്കുക എന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞ ആൾ പറയുകയാണ്, ഞങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചോ എന്ന്. കാലങ്ങളായി ഞങ്ങൾ വഹിക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട്. അതിൽ ഇപ്രകാരമാണ്: ഒരാൾ 30 വർഷം വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് 30 വർഷമായി എന്ന് പറഞ്ഞിട്ട് വാർഷികം ആഘോഷിക്കുന്നതിന്റെ ചിത്രം പോസ്റ്റ് ചെയ്യുന്നു. തൊട്ട് താഴെ ഒരു വിരുദ്ധൻ ഒരു കമന്റ് ഇട്ടു. കമന്റ് ഇപ്രകാരമാണ്: ക്രൂശിൽ വഹിച്ച് മല കയറുന്ന ക്രിസ്തുവിന്റെ ഒരു ചിത്രം. അടിയിൽ ഒരു കുറിപ്പ്: ജ്യേഷ്ഠന് അവാർഡ് നൽകണം 30 വർഷം. അല്ലേ? നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, വിവാഹത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ ആളുകൾക്ക് ഈ ഇടയിൽപ്പെടാം കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠതയെ നിലനിർത്തുന്ന പ്രിയപ്പെട്ടവർ.
നമ്മുടെയൊക്കെയും മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു ബാലികേറ മലയായി മുന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് ഈ വിവാഹം അല്ലെങ്കിൽ കുടുംബ ജീവിതം എന്ന് പറയുന്നതെന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനപ്പുറത്ത് വേറെ പുസ്തകം നമുക്ക് നൽകുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്, ചില ചിന്തകളുണ്ട്. വിവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് എപ്രകാരമാണ് മനോഹരമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയുക, എപ്രകാരമാണ് അതിനെ ആസ്വദിക്കുവാൻ കഴിയുക, എല്ലായ്പ്പോഴും അതിൽ ആനന്ദം കണ്ടെത്തുവാൻ എങ്ങനെ കഴിയും. ഈ ദിവസങ്ങളിൽ ഈ പ്രിയപ്പെട്ടവർക്ക് നൽകുവാനുള്ള ചിന്ത എന്ന് പറയുന്നത് അത് തന്നെയാണ്. കുടുംബജീവിതത്തിന്റെ മാധുര്യം എല്ലായ്പ്പോഴും നുകർന്നുകൊണ്ട് ജീവിതത്തിന്റെ ശ്രേഷ്ഠത അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് കഴിയണം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ഈ ദിവസത്തിൽ ഉണ്ടാകേണ്ട ചിന്ത എന്ന് പറയുന്നത് അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയിലേക്കാണ്. വിജയത്തിന്റെ ദിവ്യമായിരിക്കുന്ന അനുഭവങ്ങളിലേക്കുള്ള പടവുകൾ അവർ കയറുവാൻ തുടങ്ങുന്നു എന്ന ചിന്തയാണ് കുടുംബജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത്. പ്രവേശിച്ച് വിവിധ തരത്തിലുള്ള പരിഭവങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് വായിച്ച കൊരിന്ത്യരുടെ ലേഖനം 13-ാം അധ്യായത്തിന്റെ വാക്കുകളിൽ സൂചിപ്പിക്കുന്ന വേറെ പുസ്തകത്തിന്റെ ആകമാനമായിരിക്കുന്ന ചിന്ത, മനുഷ്യനിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചിന്തയാണ് ദൈവം നമുക്ക് നൽകുന്നത്. സ്നേഹത്തിലൂന്നിയ ജീവിതം. ആന എന്ന് പറയാറില്ല, കുട്ടികൾക്ക് അത് മനസ്സിലാകുവാണ്ടൊക്കെ വേണം ഇങ്ങനെ പറയും ആന. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ആനയെ കുറിച്ചുള്ള ഒരു ചിത്രം കണ്ടത് വെറുതെ പറയുന്നതല്ല. നാം ഇങ്ങനെ ചിന്തിക്കണം, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്നുള്ളത്. സ്നേഹിക്കുന്നു എന്ന് നമ്മൾ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ സ്നേഹത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന കാര്യാദികളെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. കുടുംബജീവിതത്തിൽ ഏറ്റവും സക്സസ് ആയി നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു പോകാൻ കഴിയണമെങ്കിൽ സ്നേഹമുണ്ട്. അതിനപ്പുറത്ത് ദീർഘമായി ക്ഷമിക്കുവാൻ കഴിയണം. സകല കാര്യാദികളും ക്ഷമയോടെ മുന്നിലേക്ക് പോകുവാനായി കഴിയണം. ഭർത്താവ് ഓടി വന്നിട്ട് ഈ ഭാര്യയെ അടിച്ചു. അടികൊണ്ട ഭാര്യ കരഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കടന്നുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ മനോഹരമായിരിക്കുന്ന ഒരു ചിത്രം അവരെടുത്ത് തുടച്ച് വൃത്തിയാക്കുകയായിരുന്നു ഈ സഹോദരൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഈ ചിത്രം താഴെ വീണു. അതിന്റെ ചില്ലുകൾ പൊട്ടിപ്പോയി. അദ്ദേഹം അതെടുത്തിട്ട് അറിയാതെ കയ്യിൽ നിന്ന് വഴുതി വീണുപോയി എന്ന് പറഞ്ഞ് ചില്ലുകൾ വാരി പുറത്തേക്ക് ഇറങ്ങുന്നു. 2 ദിവസം മുമ്പ് ഭാര്യയുടെ കയ്യിൽ നിന്നും വീണ പാത്രം മനഃപൂർവ്വമല്ല, അത് അറിയാതെ വീണുപോയത് ആണ് എന്ന് ചിന്തിക്കുവാൻ ഗ്രഹിക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ആ അടി ഒഴിവാക്കാമായിരുന്നു. എങ്ങനെ സകല കാര്യാദികളെയും പരസ്പരം ക്ഷമിക്കുവാൻ കഴിയുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ജീവിതം ഏറ്റവും അനുഗ്രഹകരമായി മുന്നിലേക്ക് കടന്നു പോകുവാൻ കഴിയും. വിവാഹത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമുള്ള ഒരു യാഥാർത്ഥ്യ ബോധവും ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രാരംഭ ഭാഗത്ത് ആരാധനക്രമത്തിൽ നിങ്ങൾ വായിച്ചു കേട്ടു, വിവാഹം എന്തിനു വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു. പുരുഷനും സ്ത്രീക്കും ഉണ്ടാകേണ്ട ആയുഷ്കാല കൂട്ടായ്മയ്ക്കും വേണ്ടി, ആശ്വാസത്തിനും വേണ്ടി വിവാഹം നിയമിച്ചിരിക്കുന്നു. ആയുഷ്കാലമുള്ള കൂട്ടായ്മയുടെ മഹത്തരമായിരിക്കുന്ന അനുഭവം ജീവിതത്തിൽ രൂപപ്പെടുമ്പോൾ മറ്റെല്ലാ കാര്യവും വരും. പശു ഉണ്ടെങ്കിൽ ചാണകം വാരാനും പശുവിനെ നോക്കാനും ആ കൂട്ടായ്മയിൽ കഴിയും. അമ്മയെ നോക്കുവാൻ കഴിയും, സഹോദരങ്ങളെ നോക്കുവാൻ കഴിയും, ബന്ധങ്ങൾ ശരിയായി ഉറപ്പിച്ച് കൊണ്ടുപോകാനായി കഴിയും. പരസ്പരം ഉണ്ടാകേണ്ട ആയുഷ്കാലമായിരിക്കുന്ന കൂട്ടായ്മ, ഈ കൂട്ടായ്മ ഉറപ്പിക്കപ്പെടുന്നത് സ്നേഹത്തിലാണ്. സ്നേഹമില്ലായെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലപ്പുന്ന കൽക്കാലമോ പോലെ മാത്രം, ജീവനില്ലാത്ത വസ്തുക്കളെ പോലെ മാത്രം നാം സഞ്ചരിക്കേണ്ടി വരും. ഈ ദിവസങ്ങളിൽ സ്നേഹത്തിലൂന്നിയ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ സ്നേഹത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇതുവരെയും സ്നേഹത്തിൽ വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് വായുകളെ തുറന്ന് പറയുവാൻ, ഭാര്യയോട് പറയുവാൻ കഴിയട്ടെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്.
ഭർത്താവിനോട് പറയുവാൻ കഴിയട്ടെ ഐ ലവ് യു എന്ന് നമുക്ക് പറയുവാൻ കഴിയട്ടെ. അങ്ങനെ സ്നേഹത്തിൽ പരസ്പരം നിലനിന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ദൈവവിചാരത്തോടുകൂടെ ദൈവത്തെ മുൻനിർത്തി ദൈവത്തിന്റെ കരങ്ങളിൽ പിടിച്ച് സഞ്ചരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന കുടുംബജീവിതം രൂപപ്പെടുത്തുവാൻ സ്വർഗസ്ഥനായ ദൈവങ്ങൾക്ക് സാഹചര്യങ്ങളെ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് എല്ലാ ആശംസകൾ നേരുന്നു. ഈ പ്രിയ മകളുടെ മൂത്ത സഹോദരി രാഘവം സഭയുടെ അംഗമാണ്. അവിടെ വിവാഹം കഴിച്ചു വന്ന് അവിടെ താമസിക്കുന്നു. വളരെ അനുഗ്രഹീതമായ കുടുംബജീവിതം, മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുന്ന ഒരു മകളാണ്. അതുകൊണ്ട് തന്നെ രാഘവം CSI സഭയെ പ്രതി എല്ലാവരുമായിരിക്കുന്ന മംഗളാശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. CYF-ന്റെ പ്രതിനിധി മുമ്പോട്ട് വന്ന ആശംസ അറിയിക്കും. അതിനുശേഷം ഇടുവ സഭയിലുള്ളവര് CYF-ഉം സൺഡേ സ്കൂളും എന്നിങ്ങനെയുള്ള ക്രമത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ പറഞ്ഞ് ഗിഫ്റ്റുകൾ നൽകുവാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ വിവാഹരായിരിക്കുന്ന ശരത്തിനും രുചിനാവാദം ആദ്യമായി തന്നെ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. എനിക്ക് അവരുടെ മുഖത്തൊക്കെ ചിരി വരും. സെലാങ്ങോട് വഴി കീറി പേശ കൊടുത്തോണ്ട് നമ്മുടെ പയ്യൻ ഇപ്പം എന്താ കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അത് കാണുമ്പോൾ മനസ്സിൽ സന്തോഷവും എല്ലാം ഉണ്ട്. ഷർത്തിനെ പറ്റി പറഞ്ഞാൽ ഷർത്ത് പറഞ്ഞാൽ നമ്മുടെ സഭയിൽ ആർക്കും തന്നെ എളുപ്പം മനസ്സിലാകില്ല. ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഉണ്ണിക്കുട്ടൻ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ഈ ചില സിനിമകളിൽ ടിൻറ്റുമോൻ എന്ന് പറയില്ലേ, അതേപോലെയാണ് ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അവൻ നമ്മുടെ സഭയിൽ വളരെ അധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ തന്നെ ആത്മീയനും കൂടിയാണ്. അപ്പോൾ അവന് കിട്ടിയ പങ്കാളി അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ അവന് കിട്ടിയ പങ്കാളിയും അവനും നല്ലൊരു മുതൽക്കൂട്ടായിരിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ COVID-19 പശ്ചാത്തലത്തിൽ എല്ലാവർക്കും വരാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് സൺഡേ സ്കൂളിനെയും CF-നെയും ചർച്ചിനെയും പ്രതികരിച്ചാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ തന്നെ സൺഡേ സ്കൂൾ, CF, ചർച്ച് കമ്മിറ്റി നൽകുന്ന ഒരു ഉപഹാരം ഞാൻ അവർക്കായി സമർപ്പിച്ചു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിലേക്കാണ് ശരത്തും റെജീന പാലും കടന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടി ആശംസ അർപ്പിക്കുവാനായിട്ടാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. CSI ഇടുവ സഭയിലെ യുവജന സഖ്യത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നതായിരുന്നു റെജീന പാൽ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിയങ്കരിയായ ഒരു കുട്ടിയാണ് റെജീന. ദൈവിക സ്നേഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉള്ള ഒരു മകളാണ്. കാരണം പോയ വർഷത്തിൽ തന്നെ യുവജന സംഘടനയിലെ സെക്രട്ടറിയായി വളരെ സേവനം അനുഷ്ഠിച്ചിരുന്നു. യുവജനങ്ങളെ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് പലതരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ അവൾ ഇരുന്ന ആ സംഘടനയിൽ ദൈവം സഹായിച്ചു. പ്രാർത്ഥനയും ദൈവിക സ്നേഹവും എളിമയും ഉള്ള ഒരു കുട്ടിയാണ് റെജീന. യുവജന സംഘടനയിൽ ഒട്ടനവധി നന്മകൾ ദൈവം അവളിലൂടെ ചെയ്തു. യുവജന സംഘടന അത്രത്തോളം ദൈവം അനുഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റു സംഘടനകളിലുമൊക്കെ വളരെ നല്ല സുപരിചിതമായിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം അവളെ സഹായിച്ചു. അതുപോലെ തന്നെ ഈ സഭയിലെ യുവജന സംഘടനയുടെ ഒരു നട്ടെല്ല് എന്ന് തന്നെ വേണം പറയാൻ. ഒരുപാട് നേതൃത്വത്തിൽ അവൾ വഹിച്ചു. യുവജന സംഘടന ഏറ്റവും അനുഗ്രഹപ്രദമായി കഴിഞ്ഞ വർഷം ദൈവം അവളിലൂടെ നിറവേറ്റുവാനായിട്ട് സഹായിച്ചു. അതുപോലെ തന്നെ പ്രധാനമായിട്ട് പറയുവാനായിട്ടുണ്ടെങ്കിൽ പാചകകലയിലും വളരെ നല്ല നൈപുണ്യമുള്ള ഒരു കുട്ടിയാണ്. കാരണം നമ്മുടെ ഡിസ്ട്രിക്റ്റ് ലെവലിൽ തന്നെ വളരെ നല്ല സമ്മാനങ്ങൾ കരസ്ഥമാക്കുവാൻ ദൈവം അവളിലൂടെ സഹായിച്ചു. അപ്പോൾ നമ്മുടെ ഈ CSI സഭയിൽ നമ്മുടെ ഇടുവയ്ക്ക് വളരെ വേണ്ടപ്പെട്ടതും വളരെ അനുഗ്രഹപ്രദമായ ഒരു കുട്ടിയാണ് റെജീന. അപ്പോൾ ദൈവം ഇന്ന് ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള നല്ല കുടുംബജീവിതം നയിക്കുവാൻ ഇതുവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. അതിനായി നമ്മുടെ CSI സഭയിലെ
ഇടുവ യുവജന സംഘടനയുടെ പ്രസ്ഥാനത്തിലെ സെക്രട്ടറി ആയിരിക്കുന്ന അദ്ദേഹത്തെ ഒരു പാരിതോഷികം നൽകുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാത്രമുണ്ടാകട്ടെ. അതിനെ തന്നെ ശരത്തിനും രചന ബാലദേവസിനും ഞാൻ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ സഭയിലെ സൺഡേ സ്കൂളിൽ രചനയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ വർഷം അധ്യാപികയായിരുന്നു. കഴിഞ്ഞ വർഷം വരെ വിദ്യാർത്ഥിയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ എക്സാമുകളിലും കലാമത്സരങ്ങളിലും ഒക്കെ നല്ല രീതിയിൽ മത്സരിച്ച് സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ സഭയിലെ അച്ഛനും കൊച്ചമ്മയൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന ഒരു യുവത്വത്തിൻ്റെ പ്രതീകമാണ് വെച്ചിരുന്നത്. കഴിഞ്ഞ വനിതാ ദിനത്തിലൊക്കെ വളരെ നല്ലതായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നു നിന്ന് പ്രസംഗിച്ചത്. പിന്നെ അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുണ്ട്. ഇപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും വന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കും. അത്രയ്ക്ക് വളരെ നല്ല ദൈവവുമായിട്ട് അടുത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സഭയിലെ തന്നെ യുവത്വത്തിൻ്റെ നല്ലൊരു പ്രതീകമാണ്. ദൈവം എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും കുടുംബജീവിതത്തിൽ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ സൺഡേ സ്കൂളിൻ്റെ ഉപകാരം ഇപ്പോൾ നൽകുകയാണ്. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവ് പഠിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്ഥനായ തിരുനാമശിഷ്ടപ്പെട്ടനെ തിരുരാജ്യങ്ങളെ തിരുഷ്ടത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും കൊടുത്തല്ലോ. കർത്താവേ നമ്മുടെ ദാസനെയും ദാസിയും രക്ഷിക്കണമേ. കർത്താവേ സ്ഥലത്ത് നിന്നവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ അവർക്ക് വിലമുള്ള ഗോപുരം അയക്കണമേ. കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തി നിമിത്തനുമായി പിതാവേ അങ്ങുവർഗത്തിന് വിവാഹത്തിൽ വിശിഷ്ടാർത്ഥം കൊടുക്കുകയും അങ്ങയുടെ അനുഗ്രഹത്തിൽ അതിനെ ശക്തിക്കുകയും ചെയ്തിരിക്കുന്നവരും ഭർത്താവും ഭാര്യയുമായി ഇപ്പോൾ ചേർക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ ദാസനായ ശരീരത്തിനാൻ അവരുടെ അനുഗ്രഹം പകരണമേ. തമ്മിൽ ഭാരം ചുമന്നുകൊണ്ട്
അന്യോന്യം സന്തോഷം പങ്കിട്ടുകൊണ്ടും ഒരുമിച്ചെങ്കിലും കുടുംബത്തിൻ്റെ കടമകളെ നിർവഹിച്ചുകൊണ്ടും സ്നേഹത്തിലും തിരുവചനത്തിലും ശരണമായി ജീവപര്യന്തം പരസ്പരം വിശ്വസ്തരായിരിക്കാൻ അവർക്ക് കൃപ നൽകണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. നസ്രത്തിലെ ഭൗമിക ഭവനത്തിന്റെ ജീവിതത്തിൽ പങ്കാളിയായ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും യേശുമിശിഹായെ അങ്ങയുടെ ദാസരുടെ ഭവനത്തിൽ അങ്ങ് കർത്താവും രാജാവുമായി വാഴണമേ. അങ്ങ് മനുഷ്യരെ ശുശ്രൂഷിച്ചതുപോലെ ഇവർ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വരം നൽകണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകൊണ്ടോ സത്യത്തിലും വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും അങ്ങയുടെ രക്ഷയുടെ സ്നേഹത്തെ സാക്ഷിപ്പാൻ അവർക്ക് കൃപ നൽകണമെന്ന് അങ്ങനെ വിശുദ്ധനാമത്തിന്റെ ഉപേക്ഷിക്കായി ഞങ്ങളോട് അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നും ഏകദൈവമായി കാലാവസാനം കൂടെ ജീവിച്ചു വാഴുന്നുവല്ലോ. ശരത്തിന്റെയും പ്രജീനന്മാരുടെയും മേൽ അവിടുന്ന് കൃപ പകരണമേ. ഉത്തരവാദിത്വമുള്ള കുടുംബജീവിതം നയിക്കുവാൻ ഇവരെ രണ്ടുപേരെയും സഹായിക്കണമേ. സന്താന ഭാഗ്യം നൽകി ഇവരെ ആശീർവദിക്കുകയും അങ്ങയെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും ശുശ്രൂഷയിലും ഇവർ വളരുവാനുള്ള ജ്ഞാനം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹത്തിന് സാക്ഷ്യം വഹിച്ച വിവാഹിതരായ എല്ലാവർക്കും അവരവരുടെ വിവാഹത്തിന്റെ പ്രതിജ്ഞകൾ പുതുക്കുവാൻ അവിടുന്ന് ജ്ഞാനം നൽകണമേ. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കായി മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അന്യോന്യമുള്ള സ്നേഹത്തിൽ വളരാനും ദൈവരാജ്യത്തിന്റെ അടയാളമായി പരസ്പരം ശുശ്രൂഷിക്കുവാനുമുള്ള കൃപ പകരണമേ. അവിടുന്ന് കൂട്ടായ്മയിൽ ഒന്നായി ചേർക്കപ്പെട്ട എല്ലാവരും അവിടുത്തെ ആത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ച് സമാധാനത്തിന്റെയും നീതിയുടെയും സാക്ഷികളായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. അങ്ങനെ അവിടുത്തെ ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഉപകരണങ്ങളായിരിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമെന്ന് ഞങ്ങൾ ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ. ആമേൻ. സർവശക്തനായ കർത്താവേ, നിത്യാദൈവമേ, ഞങ്ങളുടെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും അങ്ങയുടെ പ്രമാണങ്ങളുടെ വഴികളിലും അങ്ങയുടെ കർത്തവ്യം ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് പരിപാലന ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിനും കൂടാതെ പ്രേമമുള്ളവരെ നമ്മളെല്ലാവരോടും പ്രത്യേകിച്ച് ഒരു കുടുംബമായി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ നവ ദമ്പതികളോടും ഇന്നും എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ഉണരും പുതുമണം കലരും മധുകണം. ഉണരും പുതുമണം കലരും മധുകണം. ഒരു കൊലുസിൻ ചിരിമണികൾ അനുപമ പദലാസ്യമേളമായി ഉണരുമീ വേളയിൽ. ഉണരും പുതുമണം കലരും മധുകണം. ഉണരും പുതുമണം കലരും മധുകണം.
മനസ്സിൻ ചിരിമണികൾ അനുപമ ബദലാസ്യമേളമായുണരുമീ വേളയിൽ പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോമായും മഞ്ഞിൻ ചൂട് നൂറാണിനിൽ ചിറകിന് ചേലവും തൂവല് നീയും ഞാനും പണ്ടേ പണ്ടേ പൂവും വണ്ടും തേൻകണങ്ങൾ തിളങ്ങും നേരം പിന്നെയും പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോമായും സമ്മതം താരകൾ മിന്നുന്നു ഇനി നൂറു നൂറായിരം ഒരു പൂക്കാലം കൺകളിലാടുന്നു രാവേതോ പെണ്ണതിയാവുന്നു കിനാവുകൾ തുഴഞ്ഞു നാം ദൂരെ ദൂരെയോ നിലാവിതൾ മെനഞ്ഞൊരാ കൂട് തേടിയോ പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരായി അരികിൽ ഇപ്പോൾ എന്തു ചെയ്യേണ്ട നിനക്കേശുപര നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നായി നിറയും സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ ദേവാസന്നാഹമിടുവ നന്ദികയുള്ള മഹൽ ശക്തി നീയേ നാഥ അന്തികയുള്ള മഹൽ ശക്തി നീയേ മന്നീടത്തികളിയം ജീവിക്കും നാടെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു ദേവവന്ദനം ചെയ്യും തിരുനാമത്തിനു. സങ്കീർത്തനങ്ങൾ 128. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനബലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും
നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിലെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തന്നെ ആമേൻ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ സ്വർഗസ്ഥ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ പിതാവാം ദൈവമേ, ഏറ്റവും അനുഗ്രഹ സമ്പൂർണമായ ഒരു ദിവസത്തിൽ കർത്താവെ മധ്യാഹ്നത്തോടനുബന്ധിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്കായിരിക്കുവാൻ കർത്താവെ ഞങ്ങൾ അവിടുന്ന് സഹായിച്ചതായിക്കായി കൃപയോടെ വഹിച്ചതായിക്കായി നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് വാഴ്ത്തുന്നു. ശരത്തിനും റജീന പാലിനും വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് മഹാകരുണയാൽ പ്രിയപ്പെട്ടവരെ ശക്തീകരിച്ചതായിക്കായി നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് വാഴ്ത്തുന്നു. കാനായിലെ കല്യാണത്തിന് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് മഹത്വീകരിച്ച അനുഭവം കർത്താവെ ഈ വാത്സല്യ മക്കളുടെ വിവാഹ ശുശ്രൂഷയിലും ഞങ്ങൾക്ക് ദർശിപ്പാൻ കർത്താവെ അങ്ങേ വെളിപ്പെട്ട് കാണുവാൻ ചക്കവണ്ണം സഹായിച്ചതായിക്കായി സ്തുതിക്കുന്നു. പ്രതിജ്ഞകൾ കൈക്കൊണ്ട് ഉടമ്പടികൾ കൈക്കൊണ്ട് പ്രാർത്ഥനാപൂർവം കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവല്ലോ കർത്താവെ. അത്തലത്തിൽ തന്നെ ജീവിതത്തിൻ്റെ അവസാനം വരെ അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെ കർത്താവെ കതിരുകളായി എന്നും നിലനിൽക്കുവാൻ, ശോഭിക്കുവാൻ, അനേകായിരങ്ങൾക്ക് മാതൃകയുള്ള കുടുംബജീവിതം നയിക്കുവാൻ ഇരുമക്കളെയും അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. അവരെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ച പ്രിയപ്പെട്ട 2 മക്കളുടെയും രക്ഷിതാക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരെയും അവിടുന്ന് ആരോഗ്യത്തോടെ, ക്ഷേമത്തോടെ, സന്തോഷത്തോടെ നടത്തിയതായിക്കായി സ്തുതിക്കുന്നു കർത്താവെ. ഇരു കുടുംബങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായിട്ടും ചാർച്ചക്കാർക്കായും ബന്ധുക്കൾക്കായിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നാനും അവിടുന്ന് കൃപ ചെയ്തതായിക്കായി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ പ്രിയപ്പെട്ട 2 മക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ കർത്താവെ. ഈ സന്ദർഭത്തിൽ ഈ ഭവനത്തിൽ നിന്ന് വിട്ട് കർത്താവെ മറ്റൊരു ഇടത്തേക്ക് മകൾ പോവുകയാണല്ലോ കർത്താവെ. അവർ ആരംഭം കുറിക്കുന്നതായ കുടുംബജീവിതത്തിൽ കർത്താവായ യേശുവെ ഈ സന്ദർഭത്തിൽ യാത്ര പോകുവാൻ ഒരുങ്ങിയിരിക്കുന്ന മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. മറ്റുമില്ലാത്ത കൃപ നൽകി പരിപാലിക്കണമേ. ആശീർവാദന കേൾക്കണം സ്വർഗസ്ഥ പരമപിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, ദ്വേഷം സ്വർഗ്ഗത്തിലേക്ക് പൂർണ്ണമാകണമേ. ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. രക്ഷിക്കണമേ. രാജ്യശക്തിയും മഹത്വം ആമേൻ. സമാധാനത്തോടുകൂടെ നമുക്കായിരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരോടും, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ശരത്തിനോടും റജീന പാലിനോടും ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ നിശ്ചയമായിരിക്കുമാറാകട്ടെ. ആമേൻ. കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം, കൊണ്ടുവാം കൊണ്ടുവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം. പുല്ലാനിക്കാടും കാണാം, വെള്ളാമ്പൽ പൂവുമുള്ള മാനോടും മേപ്പിൽ കൊണ്ടുവാം. പിന്നെ കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം.
മൂടിമറയണ രാക്കാറ്റ് പനമേലയൊരുഞ്ഞാല് നിഴലുകളാൽ അതിലിളകും മുടിയാട്ടം കണ്ട തിരിയൊഴിയണ മാനത്ത് നിറപാതിര നീരത്ത് മുകിലുകളാ പിറകെ വരും മാൻകൂട്ടം കണ്ട പാളകളിൽ കാമം പൂക്കും ധനുമാസ നിലാവും ചുറ്റി ആലത്തൂർ കാവിൽ കൊണ്ടുപോവാം പെണ്ണേ കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം തന്നാരേ 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 തന്നാ ഈ മഴ പൊഴിയണ നേരത്ത് ഒരു ചെമ്പില മറയത്ത് ചെറുമണികൾ വിതറിയിടും കുളിരാടാൻ പോകാം കലിയിളകണ കാറ്റത്ത് നടവഴിയുടെയോരത്ത് മുളയരിയിൽ തെളിമഴഴും നിൻ കാലടി കണ്ടേ വാവലുകൾ തേനിനു പായും മലവാഴത്തോക്കും കേറി അലനെല്ലൂർ മലയിൽ കൊണ്ടുപോവാം പൊന്നേ വന്നോളാം വന്നോളാം നീ ചായും കൂട്ടിൽ വന്നോളാം നിന്നോളാം നിന്നോളാം നിന്മാറിൽ ചാരി നിന്നോളാം മീനേ ചെമ്പുള്ളി മീനേ കായൽ കണ്ണീര് നീന്തി തീരം തേടിപ്പായും ഓളക്കൈയിലാടി ദൂരെ ദൂരെ പോകാം ദൂരെ ദൂരെ പോകാം മീനേ ചെമ്പുള്ളി മീനേ വലയെറിയും വെയിലിനുമേൽ കടവു കടന്നു വരുന്നു കാലം പുതുനിറവും ചെറുമഴയും നനവു തുറന്നു തരുന്നു നെഞ്ചിൽ ഇരുളിനുമേൽ മെഴുതിരി നീ മിഴികളിലാളി നിന്നു വാനം മീനേ ചെമ്പുള്ളി മീനേ
ഇടവഴിയിൽ നിഴലിനുമേ നിഴല് തൊടുന്നതു കണ്ടു നമ്മൾ. കരളിലയിൽ എഴുതിയിടാൻ കവിതയുമായി വന്നു തെന്നൽ. മൺമണമേ നീയറിയാ മഴയിലിറങ്ങി നിന്നു ദാഹം. മീനേ ചെമ്പുള്ളി മീനേ കായൽ കണ്ണീര് നീന്തി തീരം തേടിപ്പായും ഓളക്കൈയിലാടി ദൂരെ ദൂരെ പോകാം, ദൂരെ ദൂരെ പോകാം. പനിമതിയേ കുളിരണിയും അണിവിരലാൽ ഈ ജനലരികെ പതിയെ വരൂ കനവു തരൂ. വെയിൽ പക്ഷി ചേക്കേറുമീ നാട്ടുകൂട്ടിൽ നിലാവിൻ്റെ ഈണം തരൂ. മനം ചാഞ്ഞുറങ്ങുന്ന കോലായയിൽ നീ ചിരാതിൻ്റെ നാളം തരൂ. പറനിറയെ തൊടിയരികെ പതിവുകളാ ഏകാന്തമെൻ നിഴൽ പാതയിൽ സൂര്യാംശു തൂകുന്നുവോ. നോവാകെയും ചിരിപ്പൊയ്കയിൽ ഇടയ്ക്കൊന്നു നീന്തുന്നുവോ. സ്നേഹാർദ്രമമ്മയോ ചൂടോടെ കുമന്നമായി എന്നാവിലോർമ്മകൾ നാവേറു പാട്ടുമായി താഴ്വാരമേറിയോടി കാറ്റേ വരാമോ. പറനിറയെ തൊടിയരികെ പതിവുകളാ
ചാർത്തുപോ മായുന്ന കാലങ്ങളെ വാചാലമായി നിറഞ്ഞിടുവാൻ പിടയ്ക്കുന്ന മൗനങ്ങളെ കാണാതെ വീണ്ടുമാ ജീവന്റെ വേഗയാനമായി ദൂരങ്ങൾ തേടിടും താനേ കൈവീശി നിന്നുപോ ചങ്ങാതിയായി മാറുമൊരു താരം വിണ്മേലെ തേൻ പനിമതിയേ കുളിരണിയും അണിവിരല ഈ ജനലരികെ പതിയെ വരൂ കനവു തരൂ മനം ചാഞ്ഞുറങ്ങുന്ന കോലായയിൽ നീ ചിരാതിൻ്റെ നാളം തരൂ വര നിറയെ തൊടിയരികെ പതിവുകളാ തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ ഇനി എന്നുമെന്നും ഇതുപോലെ നമ്മൾ കനവാർന്ന സ്നേഹമഴയാ തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ മാലാഖമാർ വരും വഴി താരയിൽ കണ്ടിന്നു ഞാൻ ആരും തൊഴും പൊൻതാരമായി മാലാഖമാർ വരും വഴി താരയിൽ കണ്ടിന്നു ഞാൻ ആരും തൊഴും പൊൻതാരമായി മെല്ലെ മെല്ലെ എന്തോ ചൊല്ലും കാമനകൾ തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ പിന്നിലാവിൻ ഹൃദയമരുവിൽ തളിരണിഞ്ഞു കനകലതകൾ പിന്നിലാവിൻ ഹൃദയമരുവിൽ തളിരണിഞ്ഞു കനകലതകൾ പ്രേമാമൃതം തരും ഇളം ചുണ്ടിൽ തേനൂറുമാറും പനി
വരൂ പ്രിയേ ഉള്ളിൽ കൊഞ്ചും പൈങ്കിളിയായി തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ ഇനി എന്നുമെന്നും ഇതുപോലെ നമ്മൾ കനവാർന്ന സ്നേഹമഴയായി തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ. വിരലായിടാം ഞാൻ അരികെ നടന്നിടാം അലയും ചുടുകാറ്റിനു കൂട്ടിണയായി. അനുരാഗ കിളിവാതിൽ ചാരത്തെ മഴവില്ലിൻ ചിറകോലും പ്രാവേ മിഴിവാതിൽ തരി പോലും ചാരാതെ ഇരവട്ടും പകലത്തും കാത്തു നീ മതി വരുമോ പ്രിയ സഖി നിൻ മനമരുളും മധുരം അനുരാഗ കിളിവാതിൽ ചാരത്തെ മഴവില്ലിൻ ചിറകോലും പ്രാവേ മിഴിവാതിൽ തരി പോലും ചാരാതെ ഇരവട്ടും പകലത്തും കാത്തു നീ മതി വരുമോ പ്രിയ സഖി നിൻ മനമരുളും മധുരം താലിപ്പൊന്നോ കൊന്നപ്പൂവായി വിരിയണ നേരം കുളിരണി മേട നിലാവായി നീയും അണുവിലും ചേരും കിടാവുമിഴി ചിമ്മിയേകുമൊരു മന്ദഹാസമായി പുലരുളി വരുമരികെ
வந்தாச்சு. பூவை தொடுத்து சேலம் அடிச்சு பொண்ணு வந்தாச்சு. கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத. சாரே சாரு யாரு கால பிரபு தோய் அள்ளி அள்ளி கொடுக்கும் கால பிரபு தோய். சாரே சாரு யாரு கால பிரபு தோய் அள்ளி அள்ளி கொடுக்கும் கால பிரபு தோய். வாக்கு வெத்தல மாத்தி முடிச்சு பையன் வந்தாச்சு. பூவை